നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലം തുലാം രാശിയാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക്. തുലാം രാശിയിൽ ജനിച്ചവർക്ക് മാർച്ച് മാസം വരെ വളരെ ശുഭകരവും വിജയകരവുമാണെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് സഹായവും പിന്തുണയും ലഭിക്കും. ജോലിസ്ഥലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ വിലമതിക്കും. നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമോ ലഭിച്ചേക്കും. നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ആഗ്രഹിക്കുന്ന പോലെ പുരോഗതിയും ലാഭവും ലഭിക്കും. നിങ്ങൾ വളരെ കാലമായി എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ വാങ്ങാനോ വീട് അലങ്കരിക്കാനോ പദ്ധതിയുണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി തേടി അലയുന്ന യുവാക്കൾക്കും മികച്ച വിജയം നേടാനുള്ള അവസരമുണ്ട്. പഠനത്തിനോ ജോലിക്കോ വേണ്ടി വിദേശത്ത് പോകാൻ പദ്ധതിയുണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. മാസമധ്യത്തിൽ മുതിർന്നതും സ്വാധീനമുള്ളതുമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഭാവിയിൽ നേട്ടങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണമായി മാറും. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ ഭൂമി, കെട്ടിട തർക്കങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടും. ഈ സമയത്ത് നിങ്ങൾ മതപരവും സാമൂഹ്യപരവുമായ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കും. അതുപോലെ കുടുംബത്തോടൊപ്പം ഒരു ദീർഘദൂര യാത്രയും ഹ്രസ്വദൂര യാത്രയോ ഉണ്ടാകാം. ആരോഗ്യപരമായി മാർച്ച് മാസം നിങ്ങൾക്ക് സാധാരണമായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയുടെ ആരോഗ്യം നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കും. പ്രണയ പങ്കാളിയുമായ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. കുടുംബത്തിൽ നിങ്ങളുടെ പിതാവിൽ നിന്ന് പ്രത്യേക പിന്തുണ ലഭിക്കാം. ചിത്തിര കന്നിക്കൂറുകാർക്ക് മാസാദ്യവും തുലാക്കൂറുകാർക്ക് രണ്ടാം പകുതിയും ശോഭനമായിരിക്കും. ബാഹ്യ സമ്മർദ്ദമൊന്നുമില്ലാതെ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കാനും കഴിവ് തെളിയിക്കാനും സാധിക്കുന്നതാണ്. കടബാധ്യത പരിഹരിക്കാൻ പോംവഴി തെളിയുന്നതാണ്. സംഘടനകളുമായി ബന്ധപ്പെട്ടവർക്ക് അധികാരം കൈവരും. പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകണം. ഗവേഷകരുടെ നിരീക്ഷണങ്ങൾക്ക് അറിവുള്ളവരുടെ സ്വീകാര്യത ലഭിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് ഉന്മേഷം അനുഭവപ്പെടും. ആർക്കും തന്നോട് അനുഭാവമില്ലെന്ന് തോന്നിയേക്കാം. സാമൂഹ്യ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തും. തന്മൂലം മാനസിക സന്തോഷം അനുഭവിക്കുന്നതാണ്. സാമ്പത്തിക നഷ്ടം വന്നാൽ അത്ഭുതപ്പെടാനില്ല. പൈതൃക സ്വത്തിന്മേൽ സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാസത്തിന്റെ രണ്ടാം പകുതി കഴിയുമ്പോൾ കച്ചവട മേഖല ഉണരും. പ്രയത്നിക്കുന്നതിലധികം നേട്ടങ്ങൾ വന്നെത്തുന്നതാണ്. പലരും സഹായിക്കാൻ മുന്നോട്ട് വരും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് നാളുകളായി കിട്ടാനുള്ള ധനം കൈവശം വന്നെത്തും. വാഹനം വാങ്ങാനോ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് നിരത്തിലിറക്കാനോ സാധിക്കും. വിശാഖം നാളുകാർക്ക് കുറച്ച് നാളുകളായി രോഗാവസ്ഥയിൽ തുടർന്നവർക്ക് ആശ്വാസം അനുഭവിക്കാനുള്ള സമയമാണ്. പ്രതിഭ തെളിയിക്കാൻ പറ്റിയ സാഹചര്യം വന്നു ചേരുന്നതാണ്. പാരമ്പര്യ തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കോടതി വ്യവഹാരങ്ങൾ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കപ്പെടാം. വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹത്തിൽ ചില പൊളിച്ചുപണികൾ നടത്തിയേക്കും. വാഹനം വാങ്ങാനുള്ള മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങുന്നതാണ്. തുലാക്കൂറിൽ ജനിച്ചവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഉന്നതി പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് വിവാഹാലോചനകളിൽ തീരുമാനം ലഭിക്കുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യതയുണ്ടാകണം. രേഖകൾ സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. അവധിക്കാല വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യുകയും യാത്രകൾക്കുള്ള സാധ്യതയും കാണുന്നു. കർമ്മപുരോഗതിക്കായി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.